തിരുവനന്തപുരം പാളയത്തെ സർവകലാശാല മെൻസ് ഹോസ്റ്റലിൽ എക്സൈസ് പരിശോധന നടത്തുന്നു. ഹോസ്റ്റലിൽ നിന്ന് 4 പാക്കറ്റ് കഞ്ചാവ് പിടികൂടി. അടച്ചിട്ട മുറികളുടെ വാതിൽ ചവിട്ടി തുറന്ന് എക്സൈസ് സംഘം പരിശോധന നടത്തി. തമിഴ്നാട്ടിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ മുറിയിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു എന്നാണ് SFIയുടെ വിശദീകരണം. നിലവിൽ ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് സംശയാസ്പദമായി 2 ആളുകളെ കഴിഞ്ഞ ദിവസം നമ്മൾ പോലീസിനെ നിലവിൽ മ്യൂസിയം പോലീസിനെ പിടിച്ച് ഏൽപ്പിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ SFI സഖാക്കൾ പറഞ്ഞിട്ട് ഞങ്ങളടക്കം വന്ന് പോലീസിനെ പിടിച്ച് ഏൽപ്പിച്ച് ഇങ്ങനെ ഇത് പരിശോധിക്കപ്പെടണം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നിലവിൽ ഹോസ്റ്റലിൽ നിന്ന് ഇവർ പോയിട്ടുണ്ട്. ഞങ്ങളത് അന്വേഷിക്കുന്നുണ്ട്, ഏത് റൂമിനകത്താണ് എന്നുള്ളത് അന്വേഷിക്കുന്നുണ്ട്. ഇതിനകത്ത് മുകളിലത്തെ ബ്ലോക്കിൽ നിന്ന് റൂമിൽ നിന്നാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ബ്ലോക്കിനകത്ത് നിലവിൽ ഒരു SFI പ്രവർത്തകനും ആ ബ്ലോക്കിനകത്ത് താമസിക്കുന്ന ആളുകളില്ല. അപ്പോൾ ഇതിനകത്ത് നിലവിൽ ആരാണ് എന്നുള്ളതിൽ കൺഫർമേഷൻ ലഭിക്കേണ്ടതായിട്ടുണ്ട്. SFIയുടെ ഉറപ്പ് ഒരു തരത്തിലേക്കുള്ള SFIയുടെ മെമ്പർഷിപ്പിനകത്തോ നേതൃത്വത്തിലുള്ള ഒരാളും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള ഉറപ്പ് SFI. വിവരങ്ങളുമായി ജിബിൻ JB ചേരുന്നു. ജിബിൻ, പരിശോധന ഇപ്പോഴും തുടരുകയാണോ? ഇത്തരത്തിലൊരു സർക്കാർ ഹോസ്റ്റലിൽ ഇങ്ങനെ കഞ്ചാവ് കണ്ടെത്തുന്നു എങ്കിൽ ഇത് പല കാലങ്ങളിലായി അവിടെ നടന്നു വരുന്നതല്ലേ? അങ്ങനെയെങ്കിൽ അവിടെ ഹോസ്റ്റൽ വാർഡൻ ഇല്ലേ? അവിടെ മറ്റാരും സെക്യൂരിറ്റി ജീവനക്കാരില്ലേ? തുടങ്ങിയ ആരും ഇക്കാര്യങ്ങൾ ഒന്നും അറിഞ്ഞില്ലേ? ഇത് എത്ര കാലമായി ഇത്തരത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ടാവണം? വിശദാംശങ്ങൾ എന്താണ് ജിബിൻ? മൂത്തി ചോദിച്ച ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്തരത്തിൽ തമിഴ്നാട് സ്വദേശികൾ ഇതിന്റെ അകത്ത് ഹോസ്റ്റൽ കെട്ടിടത്തിനുള്ളിൽ താമസിക്കുന്നു. ഇവർ വിദ്യാർത്ഥികളാണോ അല്ല എന്നുണ്ടെങ്കിൽ എന്നുള്ള ഒരു കാര്യത്തിൽ ഇതുവരെയും ആർക്കും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകാൻ സാധിച്ചിട്ടില്ല. ഹോസ്റ്റൽ വാർഡനോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റ് അധികൃതർക്കോ ഇത് ആരാണ് ഈ കെട്ടിടത്തിന്റെ അകത്ത് താമസിച്ചത് എന്ന തരത്തിലുള്ള ഒരു വിവരം കൃത്യമായി നൽകാൻ താമസിച്ചിട്ടില്ല. പോലീസിന്റെ കസ്റ്റഡിയിലുള്ള തമിഴ്നാട് സ്വദേശികളാണ്. അവർ മുൻപ് താമസിച്ചിരുന്ന മുറിയിൽ നിന്നാണ് ഈ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. 4 പാക്കറ്റുകളിലെ 20 ഗ്രാം കഞ്ചാവാണ് ഈ ഒരു മുറിയിൽ നിന്ന് മാത്രം പോലീസിന് ഇപ്പോൾ ഈ എക്സൈസിന് ലഭിച്ചിരിക്കുന്നത്. ഇതിനകത്ത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സംസ്ഥാനത്താകെ ഈ ലഹരിക്ക് എതിരെയുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിരുന്നു ഈ ഹോസ്റ്റലിൽ കയറിയുള്ള പരിശോധന. കാരണം ഇവിടെ പരിശോധിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസം, ഏകദേശം 2 ദിവസം മുമ്പ് കോളേജുകൾ, കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഹോസ്റ്റലാണ്. അപ്പോൾ കോളേജുകൾ അടച്ചതിനെ തുടർന്ന് 2 ദിവസം മുൻപ് വിദ്യാർത്ഥികളോട് വീട്ടിൽ പോകാൻ കോളേജ് അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ വീടുകളിലേക്ക് പോകാൻ പല വിദ്യാർത്ഥികളും തയ്യാറായിരുന്നില്ല. അങ്ങനെ കുറച്ച് കുട്ടികൾ ഇവിടെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ഒരു മിന്നൽ പരിശോധനയ്ക്കായി കോളേജിന്റെ ഹോസ്റ്റലിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ കഞ്ചാവ് പിടിച്ചെടുത്ത മുറി എന്ന് പറയുന്നത് 2ാമത്തെ നിലയിലാണ്. ആ ഒരു കെട്ടിടത്തിനുള്ളിൽ ഈ പിടിച്ചെടുക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളൊന്നും തന്നെ മുറിയിലില്ലായിരുന്നു. പക്ഷേ അവിടെ താമസിച്ചിരുന്നത് തമിഴ്നാട് സ്വദേശികളാണ്. അവരെയാണ് ഇപ്പോൾ എക്സൈസ് സംഘം കസ്റ്റഡി എടുത്തത്. എന്തായാലും ഇതിന് പിന്നാലെ ഇനിയും പരിശോധനകൾ നടക്കുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. കാരണം കൂടുതൽ മുറികളിലേക്ക് പരിശോധനകൾ കടക്കേണ്ടതുണ്ട്. ഇവിടെ പല ഭാഗത്ത് ഈ ഒരു ഹോസ്റ്റൽ എന്ന് പറയുന്നത് കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഒരു ഹോസ്റ്റലാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ വിവിധ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഹോസ്റ്റലിനുള്ളിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മുറികളിലേക്ക് കടന്നുകൊണ്ടുള്ള ഒരു പരിശോധന ഇനി ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയുന്നത്. മോത്തി. ശരി ജിബിൻ.